അപ്പൊ നമുക്ക് തോന്നും ഈ ദൈവത്തിനൊക്കെ നമുക്ക് കെട്ടാൻ പറ്റുമോ മനുഷ്യൻ? അങ്ങനെ തോന്നും അല്ലേ? ന്യായമായ ചോദ്യമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ദേവിക്ക് കഴിയില്ലെന്നുള്ള ചോദ്യം. അങ്ങനെ ചെയ്താൽ അത് പറ്റൂലേ എന്നൊരു ചോദ്യമുണ്ട്. അപ്പോ അതിനൊരു വിഷയം എന്താ വെച്ചാൽ ദൈവാധീനം ജഗത് സർവം. ജഗത്ത് മുഴുക്ക, ഈ ലോകം മുഴുക്ക ദൈവാധീനം, ദൈവത്തിന്റെ കാരുണ്യത്തിൽ കഴിയുന്ന മനസ്സ്. മന്ത്രാധീനം ദൈവതം. ഈ ദേവീദേവന്മാര് മുഴുക്ക ഏതിനധീനം? മന്ത്രാധീനം. മന്ത്രത്തിന് വശംബരയില്ലാണ്. മന്ത്രാധീനം ദൈവതം തന്മന്ത്രം ബ്രാഹ്മണാധീനം. അങ്ങനെയുള്ള മന്ത്രം ബ്രാഹ്മണന്മാർക്ക് അധീനമാണ്. അപ്പൊ അങ്ങനെ ഒരു ബാക്കിയൊരു കാര്യമുണ്ടോ? അത് ഞാൻ ചൊല്ലുന്നില്ല. അപ്പോ ദൈവാധീനം ജഗത് സർവം മന്ത്രാധീനം ദൈവതം തന്മന്ത്രം ബ്രാഹ്മണാധീനം എന്നൊരു കാര്യങ്ങളുണ്ട്. എനിക്ക് ഓർമ്മയും ഞാൻ പറയാത്തതാണ്. സോ അതൊരു ഭിന്നാഭിപ്രായം ഉണ്ടാക്കുന്നതാണ്. അപ്പോ എല്ലാ ദൈവങ്ങളെയും മന്ത്രം കൊണ്ട് നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. അതാണ് ചോദിച്ചത്. മന്ത്രവാദികൾ ആരെങ്കിലും ചോദിച്ചതിന്റെ വിഷയം. അപ്പൊ അങ്ങനെയുള്ള ദേവി ഇതിനെ ബന്ധനാവസ്ഥയിലാക്കുന്നതിന് മന്ത്രം കൊണ്ട് സാധിക്കും. അവരെ പ്രതിഷ്ഠിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ അവരെ ബന്ധിക്കാനും പറ്റും. പക്ഷെ ഇതിനൊക്കെ ഒരു ദോഷഫലം അവരനുഭവിക്കും. അതൊരു ശാപമായി മാറും. ഭയങ്കര ദുരിതമായിട്ടും അതൊരു ദോഷം. ദോഷവും കുടുംബത്തുണ്ട്. എന്താണ് നിങ്ങള് ഈ മന്ത്രവാദികളെയും ജ്യോത്സ്യന്മാരെയൊക്കെ എടുത്താല് നല്ല രീതിയിൽ ചത്ത എത്ര ജ്യോത്സ്യന്മാരുണ്ട്? വളരെ കുറവാണ്. ആദ്യം ജ്യോത്സ്യന്റെ പറയുന്നത്, മന്ത്രവാദികളെ പിന്നെ. അപ്പോ നല്ല രീതിയിൽ മരിച്ച ഒരു 10 ജ്യോത്സ്യന്മാർ തിരുവനന്തപുരത്ത് പറഞ്ഞു തരാൻ പറ്റും? ഇല്ല. ഒരാളെ പോലും പറഞ്ഞു തരാൻ പറ്റില്ല. എന്തുകൊണ്ട്? അവരുടെ കർമ്മത്തിന്റെ ഫലം അവരനുഭവിക്കും. യാതൊരു സംശയമില്ല. മനസ്സിലായി? അതുപോലെയാണ് മന്ത്രവാദികൾ. അപ്പൊ കനൽവാരി എറിഞ്ഞാലോ കരമഞ്ഞിന് കൊള്ളുമോ എന്ന് ആരോ ഒരാൾ ചോദിച്ചു. കനൽ വാരുക, നിങ്ങൾക്ക് പൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് തീ കനൽ വാരിയിട്ട് എറിയണം. കൊള്ളൂല നിങ്ങൾക്ക്? കൊള്ളുവാ? പക്ഷെ ആരെ കൈക്കാണ് ആദ്യം കൊള്ളുക? അല്ലേ? കനൽവാരി എറിഞ്ഞാലോ കരമഞ്ഞിന് കൊള്ളുമോ? അപ്പൊ ഇവർക്കും കൂടെ കിട്ടും. നമുക്ക് നോക്കാം. ഈ കൂട്ടർക്ക് ഇവിടെ ഇങ്ങനെയുള്ള യോഗ ഉണ്ട്. മനസ്സിലായി? അപ്പൊ ആ ദുസ്ഥനായി എന്നുള്ള അപ്പോ സൗമ്യാനം വ്യയമിത്ര ശത്രു സഹജാനിഷ്ട അഭീഷ്ടാപരി. അന്യന്മാർക്ക് അഭീഷ്ടമാണ്. 6 പാപഗ്രഹങ്ങൾ നിൽക്കാം, 3 പാപഗ്രഹങ്ങൾ നിൽക്കാം, 12 നിൽക്കാം. പാപഗ്രഹങ്ങൾ അഥ 3 6 നന്ന് എല്ലാ ഗ്രഹസ്ഥിതികളും 11 അങ്ങനെയാണ്. അപ്പൊ ഇപ്പൊ 3 നമുക്ക് ആരുമില്ല. 6 സൂര്യനുണ്ട്. 6 സൂര്യൻ നല്ലതാണെന്ന് പറയും. പക്ഷെ രോഗം ഉണ്ടാക്കും.